വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ഇനിയും നടന്നിട്ടില്ല. ഇതിന്റെ പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്ന് ഇതുവരെയും മറുപടി ലഭിച്ചില്ല എന്നാരോപിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇക്കാര്യം വിശദീകരിച്ച സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിട്ടുമുണ്ട്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നുവെന്നാണ് കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചിരുന്നു. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിൽ നൽകിയ വാഗ്ദാനത്തിൽ നാളിതുവരെയായിട്ട് മറുപടി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും ഇപ്പോഴും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പണം കൊടുത്തു വാങ്ങാനും നിർമ്മാണം നടത്താനും കർണാടക സർക്കാർ തയ്യാറാണ് എന്നും കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ തലത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ അയൽ സംസ്ഥാനത്തെ കോൺഗ്രസ് ഗവൺമെന്റ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ അത് രാഷ്ട്രീയ തിരിച്ചടിയാവുമെന്ന ഭീതിയിലാണോ കർണാടക സർക്കാർ സഹായ വാഗ്ദാനത്തോട് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന സംശയം സ്വാഭാവികം തന്നെ. കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിൽ നീക്കിയിരിപ്പുണ്ടായിട്ടും കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ദുരിതത്തിൽ തുടരുന്ന ഒരു ജനതയ്ക്ക് ലഭിക്കേണ്ട അർഹമായ സഹായങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നിഷേധിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്നും ചോദിച്ചു. കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി വിമർശിച്ചു. ചൂരൽമല ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് നേരിട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. SDRF അക്കൗണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്.